അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ പഴംപൊരിയാണ് കേട്ടോ. പഴംപൊരി എന്ന് പറയുമ്പോൾ നമ്മൾ ഏത്തക്കയിലൊന്നുമല്ല ഉണ്ടാക്കുന്നത്, നല്ല ഞാലിപ്പൂവൻ പഴുത്ത പഴത്തിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിന് ആദ്യം വേണ്ടത് ഞാലിപ്പൂവൻ പഴം തന്നെയാണ്. ഞാലിപ്പൂവൻ പഴം വേണം. ഇത് ഞാനൊരു 4-5 സ്പൂൺ മൈദ മാവ് ഇത്രയും കട്ടിക്ക് ഇങ്ങനെ കലക്കി എടുത്തിട്ടുള്ളതാണ്. ഒരു 5 സ്പൂൺ മൈദ മാവ് ഉണ്ടാവും, അതിങ്ങനെ കലക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡ് വേണം. പിന്നെ നമുക്ക് ചീസ്, കടയിൽ മേടിക്കാൻ കിട്ടുമല്ലോ ഇതുപോലത്തെ ചീസ്, പിന്നെ അത് വേണം. ബ്രെഡ് ക്രംസ് ആണിത്. പിന്നെ ഇതിന് വേണ്ടത് വെള്ളമാണ്. ഇത്ര ഐറ്റം മതി. വറുക്കാൻ ആവശ്യത്തിന് എണ്ണയും വേണം. ഇത്ര ഐറ്റം മതി നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് സ്റ്റൗ കത്തിച്ച് വയ്ക്കാം. ആദ്യം നമുക്ക് ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സാധനമായതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ എണ്ണ ചൂടാക്കാൻ വയ്ക്കുന്നത്. നമുക്ക് അടുപ്പ് കത്തിച്ച് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. നമുക്ക് ഇതിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വറുക്കാൻ ആവശ്യമായ എണ്ണ. അപ്പോൾ അത് ചൂടാവട്ടെ. അപ്പോഴേക്ക് നമുക്കിത് പെട്ടെന്ന് നമുക്കിത് ആക്കിയെടുക്കാം. എണ്ണ ചൂടാവുന്ന ടൈം മതി. വളരെ 5 മിനിറ്റ് പോലും ഇതിന് വേണ്ടി വരില്ല. അത്രയ്ക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. ഒരു പലഹാരമായത്, ഒരു 4 മണി പലഹാരം, ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ സാധനമാണ്. നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എണ്ണ ചൂടാവട്ടെ. അപ്പോൾ നമുക്ക് ഈ പഴം ഇങ്ങനെ തൊലിച്ചിട്ട് നമ്മുടെ പഴമെല്ലാം നമ്മൾ തൊലിച്ചു. ബ്രെഡ് നമ്മളത് ഈ പച്ച വെള്ളമുണ്ട്, സാധാരണ പച്ച വെള്ളമാണേ. പച്ച വെള്ളത്തിൽ മുക്കിയിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ് ആദ്യം. അതിങ്ങനെ മാറ്റി വെച്ചേക്കുക. ചീസ് നമ്മൾ പൊട്ടിച്ചെടുക്കുക. ഇതിങ്ങനെ ഓരോ പഴത്തിൻ്റെ മേലിൽ നമ്മൾ ചീസ് ഇങ്ങനെ പൊതിഞ്ഞെടുക്കണം. ചീസ് ഇങ്ങനെ പൊതിഞ്ഞെടുക്കുന്നു. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബ്രെഡ് ഉണ്ടല്ലോ, വെള്ളത്തിൽ നനച്ചിട്ട്, നമ്മൾ വെള്ളത്തിൽ നനച്ച് വെച്ച ബ്രെഡ് ഈ പഴത്തിൻ്റെ മേലെ ഇങ്ങനെ വയ്ക്കുന്നു. എന്നിട്ട് അത് നന്നായിട്ട് പൊതിയണം. നമ്മൾ മൈദ 2 സ്പൂൺ മൈദ, 4 സ്പൂൺ മൈദ നമ്മൾ കലക്കി വെച്ചെന്ന് പറഞ്ഞല്ലോ. മൈദമേൽ നമ്മളിങ്ങനെ ഒന്ന് മുക്കിയെടുത്തിട്ട് ഈ ബ്രെഡ് മേലൊന്നിങ്ങനെ കോട്ട് ചെയ്തെടുത്താൽ മതിയേ. ഇങ്ങനെ കോട്ട് ചെയ്തെടുത്തിട്ട് നല്ല ചൂടായിരിക്കുന്ന എണ്ണ ആ എണ്ണയിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഈ പഴങ്ങൾ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. ബ്രെഡിൽ മുക്കുന്നു, പിഴിഞ്ഞെടുക്കുന്നു. ഒരു പഴം എടുത്ത് അതിൻ്റെ മേലെ വെച്ചിട്ട് ചീസ് എടുത്ത് അതിനെ ഒന്ന് പൊതിഞ്ഞിട്ട് നന്നായിട്ട് അത് കോട്ട് ചെയ്തെടുക്കുന്നു. പിന്നെ ഇനി അല്പം ചീസ് മുകളിൽ വെറുതെ തുറന്നിരുന്നാലും വിഷമിക്കണ്ട. കാരണം നമ്മൾ മൈദ മാവിലൊന്ന് മുക്കിയെടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ തുറന്നിരിക്കുന്നത് പിന്നെ ബ്രെഡ് തികഞ്ഞില്ല, ബ്രെഡ് അവിടെ വരെ മൂടി വന്നില്ല എന്നോർത്തൊന്നും സങ്കടപ്പെടണ്ട. നമ്മൾ ഈ മൈദയിലിടുമ്പം മൈദ മാവിൽ ആ കോട്ടിങ്ങിലെല്ലാം അതങ്ങ് മുങ്ങിക്കോളും. വരാത്ത ബ്രെഡിൻ്റെ ഭാഗമല്ല, അത് നന്നായിട്ട് പൊതിഞ്ഞ് വന്നോളും. വീണ്ടും നമ്മൾ ബ്രെഡ് ക്രംസിൽ വെക്കണുണ്ടല്ലോ, അന്നേരം നന്നായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കുമ്പം എല്ലാ ഭാഗവും മൂടിയിരിക്കുന്നുണ്ടാവും, ഒന്നും തുറന്നു പോകില്ല. ചീസ് മെൽറ്റായി വെളിയിൽ പോകുന്നുള്ള പേടിയും വേണ്ട. ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരം നമുക്ക് വളരെ എളുപ്പം തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത്ര കണ്ടോ, ഒന്നും പിന്നെ വെളിയിൽ പോകുന്നതല്ല. നമ്മൾ ഇട്ട് കൊടുക്കും. അതിനെ നമുക്ക് നന്നായിട്ട് മുരിച്ചെടുക്കാം. ഒരു ഇളം ബ്രൗൺ നിറം വരട്ടെ, നന്നായിട്ട് മുരിഞ്ഞ് വരട്ടെ. ഇടയ്ക്ക് നമ്മൾ തീ കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കണം കേട്ടോ. ഇടയ്ക്ക് പതുക്കെ വേണം മറിച്ചിട്ട് കൊടുക്കാനൊക്കെ കേട്ടോ. പൊട്ടിപ്പോകരുത്, പൊട്ടിപ്പോയാൽ പോയി. നല്ല പഴുത്ത പഴമായിരിക്കുന്ന കുറേ കൂടി ടേസ്റ്റാവും. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ആ ചീസിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് വറുത്ത് നമുക്കിനി കോരാം കേട്ടോ.
നമുക്കിനി വറുത്ത് പോരാം. അപ്പോൾ നോക്കി ഇത്ര ടേസ്റ്റിയാണ് സംഭവം. നോക്കൂ, ആ ചീസൊക്കെ ഉണ്ടല്ലോ, അതായത് ഇങ്ങനെ പുറത്തോട്ട് ചാടി വരുന്നുണ്ട്. പുറത്തിങ്ങനെ പൊട്ടിച്ചു ചീസൊക്കെ ചാടി വരുന്നുണ്ട്. ഇതൊക്കെ എന്താ ടേസ്റ്റാണെന്നറിയാം ഒന്ന് കഴിക്കാനായിട്ട്. നിങ്ങളിതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളിടുന്ന എല്ലാ റെസിപ്പീസും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി ഓരോരോ പുതിയ ഡിഷസ് ഞങ്ങൾ കൊണ്ടുവരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയൊരു പുതിയ ഡിഷുമായിട്ട് കാണുന്നത് വരെ ബൈ.